ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ ആമസോൺ വഴി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതെന്നും അതുവഴി എങ്ങനെ 50 രൂപ ക്യാഷ് ബാക്കായി ലഭിക്കാം എന്നുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ദയവായി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഉടൻ തന്നെ നൽകുന്നതായിരിക്കും. കൂടുതൽ സമയം കളയുന്നില്ല, നേരെ വീഡിയോ കാണാം. ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള സാധനങ്ങൾ ഓൺലൈനായി വാങ്ങാൻ ഉപയോഗിക്കുന്ന ആമസോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ആമസോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസോടെ ഓപ്പൺ ആവും. നമുക്കിവിടെ മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ വാങ്ങാനുള്ള ഓപ്ഷൻസുകൾ നമുക്കിവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. അതിലിവിടെ ഏറ്റവും മുകളിൽ പേ, ആമസോൺ പേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഞാനിവിടെ വരച്ച് കാണിക്കാം. ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നത് റെഡ് കളറിൽ പേ, ആമസോൺ പേ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ നിരവധി ഓപ്ഷൻസുകൾ കാണാം. DTH റീചാർജ്, ഫോൺ റീചാർജ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ആമസോൺ പേ ബാലൻസ്, നമ്മൾ UPI രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ ഓഫറായിട്ട് കിട്ടുന്നതാണ്. 50 രൂപ ക്യാഷ് ബാക്ക് എനിക്ക് നേരത്തെ കിട്ടിയതാണ്. അതുപോലെ UPI സെറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് കാണാം. നമ്മളിവിടെ താഴോട്ട് വരുമ്പോൾ ഭാരത് ഗ്യാസ് സിലിണ്ടർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഭാരത് ഗ്യാസ് എന്ന് നമുക്കവിടെ കാണാം. ഞാനവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം മൊബൈൽ നമ്പർ അല്ലെങ്കിൽ LPG ID ഇതിലേതെങ്കിലും ഒന്ന് നമ്മളവിടെ ID കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഗ്യാസ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് എ ബുക്കിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് എ ബുക്കിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റമർ ID നമുക്ക് കാണാം. നമ്മുടെ ഗ്യാസിൻ്റെ പാസ്ബുക്ക് എടുത്ത് നോക്കിയാൽ കസ്റ്റമർ ID കറക്റ്റ് ആണോ എന്നറിയാം. നമ്മുടെ പേരവിടെ വരും. അതിനുശേഷം കണ്ടിന്യൂ ടു പേ, നമുക്ക് എത്രയാണോ ആ മാസത്തെ ഗ്യാസിൻ്റെ ബില്ല്, ആ പൈസ എമൗണ്ട് തുക അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ ATM കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ CVV കോഡ്, കാർഡിൻ്റെ ബാക്കിലുള്ള കോഡ് അവിടെ അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആമസോൺ പേ UPI പിൻ നമ്പർ നേരത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാം. ഞാൻ UPI പിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അതുവഴി പൈസ അടച്ച് നമുക്ക് 50 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. എനിക്ക് 605 രൂപ വന്നു, പക്ഷേ 555 രൂപയെ ആവുന്നുള്ളൂ. ഇവിടെ പ്ലേസ് ഓർഡർ ആൻഡ് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും താഴെ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ UPI പിൻ, നമ്മൾ ഏത് ബാങ്കിലാണ് UPI സെറ്റ് ചെയ്തിട്ടുള്ള ആ പിൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. താങ്ക് യു, യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ പ്ലേസ്ഡ്, നമ്മുടെ ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് യുവർ ഓർഡർ സ്റ്റാറ്റസ് നോക്കാം. അല്ലെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് ഒരു മെസ്സേജ് വരും നമ്മുടെ പേയ്മെൻറ്റ് പ്ലേസ് ആയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ചെക്ക് യുവർ ഓർഡർ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഗ്യാസ് ബുക്കിംഗ് ആയിട്ടുണ്ടോയെന്ന്. യുവർ ഓർഡർ ഡീറ്റെയിൽസ് പെൻഡിങ് എന്ന് പറഞ്ഞായിരിക്കും സാധാരണ വരുന്നത്. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഭാരത് ഗ്യാസിൻ്റെ കമ്പനിയുമായിട്ട് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് പെൻഡിങ് എന്ന് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഭാരത് ഗ്യാസിൽ നിന്നുള്ള മെസ്സേജ് നമ്മുടെ ഫോണിൽ വരും. ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ആമസോണിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ചാനലിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന്. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ ഇടത് സൈഡ് 3 വര കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് നോക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ യുവർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
നമ്മളുടെ ഏറ്റവും അവസാനത്തെ ഓർഡർ കാണാം, LPG ഗ്യാസ് ബുക്കിംഗ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വ്യൂ ഓർഡർ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. 605 രൂപ, അതിൽ 655 രൂപ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ വരും. വീണ്ടും നമുക്ക് 50 രൂപ ക്യാഷ് ബാക്ക് ലഭിച്ച മെസ്സേജും വരും. അപ്പോൾ നമ്മൾ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ 50 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും. നമുക്ക് അടുത്ത് ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോഴോ ഫോൺ റീചാർജ് ചെയ്യുമ്പോഴോ ഈ 50 രൂപ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഇതുമായിട്ടുണ്ടാവുന്നത് നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക.